ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലെ എല്ലാ ശ്രോതാക്കൾക്കും ആണ്ടിൻ്റെ ആരംഭം മുതൽ അതിൻ്റെ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിൻ്റെ മേൽ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത പിതാവായ ദൈവത്തിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, 2025 എന്ന പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ സമയം നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 103-ാം സങ്കീർത്തനമാണ്. അതിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. സങ്കീർത്തനക്കാരൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അനന്തമായ നന്മകൾ ചെയ്യുന്ന ദൈവത്തെ നാം മറക്കരുത് എന്നും ദൈവം നാൾതോറും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദിയും സ്തുതിയും അർപ്പിക്കണമെന്നുമാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ധാരാളമായി ലഭിച്ചു. നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി. അതിലേറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം, ഡിസംബർ മാസം 1-ാം തീയതി മുതൽ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഭാഗ്യധാരയിലൂടെ തേൻ പോലെ മധുരമുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ജീവനുള്ള വചനങ്ങൾ കേട്ട് ഉണരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചു എന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ വർഷം നമുക്ക് വരാമായിരുന്ന എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദൈവം നമ്മളെ കാത്ത് പരിപാലിച്ചു. നാം അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും പാപങ്ങൾക്കും ദൈവം ക്ഷമിച്ച് നമുക്ക് പാപമോചനം നൽകി അനുഗ്രഹിച്ച ദൈവത്തെ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അതുകൂടാതെ കഴിഞ്ഞ വർഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ വേദനപ്പെടുത്തുന്ന അനുഭവങ്ങളെയും രോഗങ്ങളെയും കഷ്ടതകളെയും അതിജീവിക്കുവാനുള്ള ശക്തിയും ധൈര്യവും തന്ന് നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരേണ്ടതിന് അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. എന്തിനാണ് വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നത്? പ്രിയമുള്ളവരെ, ഈ ചോദ്യത്തിന് 2 ഉത്തരമാണ് ലഭിക്കുന്നത്. ഒന്ന്, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരം പറയുന്നു: നമുക്ക് വായ്ക്ക് ദൈവം നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നത് നമ്മുടെ വാക്ക് കേൾക്കുന്നവർക്ക് തൃപ്തി ലഭിക്കേണ്ടതിനും ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നമ്മുടെ വായിൽ നിന്ന് വരാതിരിക്കുന്നതിനുമാണ് നമ്മുടെ വായ്ക്ക് ദൈവം നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നത്. 2-ാമത്തെ ഉത്തരം ആ വാക്യത്തിൻ്റെ ആരംഭത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഒന്നാമതായി, മറ്റുള്ളവർക്ക് കൃപ ലഭിക്കുന്നതിന് വേണ്ടിയും അവരുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയും ദൈവം നമ്മുടെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. 2-ാമതായി, നിന്റെ യൗവനം കഴുകൻ്റേതുപോലെ പുതുക്കം പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മുടെ വായ്ക്ക് ദൈവം നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ കഴുകൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ? പ്രിയമുള്ളവരെ, കഴുകന് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉയരത്തിൽ പറക്കുവാൻ കഴിയുന്നത് കഴുകനാണ്. എത്ര ഉയരത്തിൽ പറന്നാലും താഴെ കൂടി പോകുന്ന കോഴിക്കുഞ്ഞുങ്ങളെപ്പോലും വ്യക്തമായി കാണുവാനുള്ള ശക്തി അതിൻ്റെ കണ്ണുകൾക്കുണ്ട്. അതിവേഗം താഴത്തേക്ക് പറന്നു വന്ന് അതിനെ റാഞ്ചി പറന്നു പോകുവാൻ അതിന് സാധിക്കും. അതുപോലെ പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും ആയുസ് കൂടുതലുള്ളത് കഴുകനാണ്. 70 മുതൽ 80 വർഷം വരെ അവ ജീവിച്ചിരിക്കും എന്നാണ് പക്ഷിശാസ്ത്ര ഗവേഷകന്മാർ പറയുന്നത്. 20 വർഷം കൂടുമ്പോൾ അത് പറന്നുയർന്ന് പാറക്കെട്ടുകളുടെ ഇടയിൽ 90 ദിവസം തപസ്സിരിക്കും. ആ സമയം കൊണ്ട് അതിൻ്റെ ശരീരത്തിലുള്ള തൂവലുകളെല്ലാം കൊഴിഞ്ഞ് ഒരു മാംസപിണ്ഡമായി മാറും. അതിനുശേഷം പുതിയ തൂവലുകൾ ശരീരത്തിൽ മുളച്ചു വരും. 90 ദിവസം കഴിയുമ്പോൾ യൗവനക്കാരനായ കഴുകനെ പോലെ ചിറകടിച്ച് താഴേക്ക് പറന്നിറങ്ങും. അതുപോലെയാണ് യഹോവയെ അന്വേഷിക്കുന്ന മനുഷ്യന് ലഭിക്കുന്നത് എന്ന് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 30-31 തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ പറയുന്നു: ബാല്യക്കാർ ക്ഷീണിച്ചു പോകും,
യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം നൽകുന്ന അനുഗ്രഹമാണ് കഴുകനെ പോലെ ശക്തി പുതുക്കുന്ന അനുഭവം. ഇത് എങ്ങനെയാണ് ലഭ്യമാകുന്നത് എന്ന് നോക്കാം. ഞങ്ങളുടെ പള്ളിയിൽ ഒരു പ്രധാന ശുശ്രൂഷകനുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ വർഷവും 50 നോമ്പിൻ്റെ കാലങ്ങളിൽ 50 ദിവസവും ഭക്ഷണമൊന്നും കഴിക്കാറില്ല. ഒരു ദിവസം 2 or 3 ഗ്ലാസ് വെള്ളം 2 ചെറുപഴവും മാത്രമാണ് കഴിച്ചിരുന്നത്. കൃത്യസമയങ്ങളിൽ എല്ലാ പ്രാർത്ഥനകളും കൃത്യമായി നടത്തും. യൗവനക്കാരനെ പോലെ ശക്തിയോടെ എല്ലാ ജോലിയും കൃത്യമായി സന്തോഷത്തോടു കൂടി ചെയ്യും. നാം നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ നമ്മളും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് കഴുകനെ പോലെ ചിറകടിച്ച് ശ്രേഷ്ഠരായി ജീവിക്കുന്നവരല്ലേ? അതിൽ കൂടുതൽ ഉദാഹരണം വേറെ എന്താണ് വേണ്ടത്? ഈ പുതിയ വർഷം നമ്മുടെ വാക്ക് കേൾക്കുന്ന എല്ലാവർക്കും കൃപ ലഭിക്കേണ്ടതിനും ആവശ്യം പോലെ ആത്മീയ വർധന വരുന്നതിനു വേണ്ടിയും കഴുകനെ പോലെ ശക്തി പുതുക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും ഈ പുതുവത്സരത്തിൽ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.